പക്ഷെ ഈ പടത്തിന് ആ ഒരു പേടിക്കേണ്ട വന്നില്ല. തിയേറ്ററിൽ ചെന്നപ്പോൾ ഭയങ്കര രസമുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് തിയേറ്ററിൽ തന്നെ കിട്ടിയത്. സോ വെരി ഹാപ്പി. ഇനിയും ഒരുപാട് പേരേക്ക് പടം എത്താനുണ്ട്, എന്തായാലും എത്തിയിരിക്കും നമ്മൾ വിശ്വസിക്കുന്നു. ഗുഡ് ഈവനിങ്. വളരെയധികം സന്തോഷമുണ്ട്, കാരണം നല്ല റെസ്പോൺസാണ് കണ്ടവരെല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ പ്രസ് മീറ്റിംഗ് വെച്ചത് നമ്മളെല്ലാവരും കണ്ട് കാര്യങ്ങളൊന്നും കൂടി സിനിമ എത്താത്ത ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളൊരു പോയിന്റിലാണ്. അപ്പോൾ സാധാരണ എല്ലാ പടവും തിയേറ്ററിൽ ഇറങ്ങി കുറേ പേര് അത് തിയേറ്ററിൽ മിസ് ഔട്ട് ചെയ്തിട്ട് OTT ഞങ്ങൾ നല്ല പടമായിരുന്നു മെസ്സേജും കമൻറ്റും കുറേ വരാറുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം പടം കാണാൻ ശ്രമിക്കും. എന്നാൽ മാത്രമേ പ്രൊഡ്യൂസറിന് നല്ലത് നല്ല കാര്യമുള്ളൂ. അപ്പോൾ കാരണം ഈ പടം എടുത്തിരിക്കുന്ന രീതിയും അങ്ങനെയാണ്. കാരണം അനമോർഫിക് ലെൻസിൽ അപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അതിൻ്റെ ഒരു സുഖം ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ ക്രിയേറ്റേഴ്സ് ആണ്, സാധാരണ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും തിയേറ്ററിൽ മിസ് ഔട്ട് ചെയ്യാൻ പോയി കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. കാര്യം ഞങ്ങൾക്ക് ആക്ച്വലി ഞാനും അച്ചുവും ഒരു പടത്തിൻ്റെ ഷൂട്ടിൽ, സുമതി വളർന്ന ഒരു പടത്തിൻ്റെ ഷൂട്ടിൽ അവിടെ പാലക്കാട് സ്റ്റക്കായിരുന്നു. അപ്പോൾ ഷൂട്ട് നടന്നിരിക്കുകയാണ്. ഒബ്വിയസ്ലി ഒരു പടം ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ അന്ന് ഓടി നടന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു സൗകര്യക്കുറവ് ഭയങ്കര കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഷൂട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് തിയേറ്റർ വിസിറ്റ്സും പരിപാടികളും പിടിക്കണ്ടായിരുന്നു. അപ്പോൾ പറയാൻ വേണ്ടി വന്നത്, പടം നല്ല രീതിയിൽ പോകുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. നമ്മൾക്ക് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ഭയങ്കര റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട്. സോ കണ്ടവർ എന്തായാലും പടം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് പരിപാടി പറഞ്ഞ് മറ്റുള്ളവരും കൂടി പടം കാണണം. OTT വന്ന് പടം വിജയിച്ചിട്ട് നമുക്ക് വലിയ കാര്യമില്ല. അല്ല, നമുക്ക് പ്രൊഡ്യൂസറിന്റെ വലിയ കാര്യമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹൗസ്ഫുൾ ഷോസ് റെഡ് നമുക്ക് ഇങ്ങനെ ബുക്ക് പ്രൈസിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ദിവസം റെഡ് പോട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രീതിക്കാണ് റെസ്പോൺസ് വരുന്നത്. നിങ്ങൾക്ക് തന്നെ സ്വയം തന്നെ മനസ്സിലായത് ഈ സിനിമ കണ്ടവരുടെ റെസ്പോൺസ് ഇന്ത്യയിലൊക്കെ പറഞ്ഞ് വേറെ സിനിമയാണ് എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിച്ചു. പിന്നീടുള്ള റെസ്പോൺസ് നിങ്ങൾ നേരിട്ട് പറഞ്ഞവരുണ്ടാവും, നിങ്ങൾ മെസ്സേജ് ചെയ്തവരുണ്ടാവും, വിളിച്ചു. ആ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. നമുക്ക് കുറച്ചും കൂടെ പ്രൊമോഷൻ വേണ്ടി വരണമോ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മളിവിടെ വന്നത്. കാര്യം വെളുപ്പിന് 5:30 ഞങ്ങൾ രണ്ടുപേർക്കും അവിടെ പുലർച്ചെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ട്രെയിൻ ചെയ്ത് ഞങ്ങളിവിടെ വന്നു. ഇവിടെ രാവിലെ തുടങ്ങി പല പ്രൊമോഷൻസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ 5:30 മണിക്ക് ഇവിടെ വന്ന് എല്ലാവരും കൂടി നിങ്ങളെല്ലാവരും പ്രശ്നം കൂടി കണ്ടിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മളത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് പടത്തിൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടാണ്. പടം പ്രശ്നമാണത് അങ്ങനെയാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആക്ച്വലി ആ കോൺഫിഡൻസ് ഉണ്ട്. കാര്യം തിയേറ്ററിൽ പോയി ഞങ്ങൾ കണ്ടതാണ് ആളുകളുടെ റെസ്പോൺസ്. അപ്പോൾ അതുകൊണ്ട് വന്ന പരിപാടി തന്നെയാണത്. ഞാൻ 2 മണിയുടെ തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. പുണ്യാളിലാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സിനിമകളാണ്. പുണ്യാളിൽ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു തിയേറ്റർ ഇറങ്ങി കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം, അതിന് റിയലി സോറി ഇവിടെ എത്താൻ ലേറ്റായി പോയതിന്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കൊച്ചിയിൽ. പിന്നെ ഹെൽത്തും അത്ര കുറച്ച് വീക്കായിരുന്നു. അപ്പം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് റിയലി സോറി. അപ്പം സിനിമയ്ക്ക് നല്ല റിവ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പം മെസ്സേജ് ആണെങ്കിലും ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മനുഷ്യർ ഒരു ക്യാരക്ടർ ബ്രേക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും നാളും ചെയ്തു വരുന്ന കഥാപാത്രങ്ങൾ ഒന്നെങ്കിൽ ഒരു ഫോളോ അപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു നാടൻ പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു കോളേജ് ലവ് സ്റ്റോറി അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടൊരു കഥാപാത്രമാണല്ലോ ഇത്. ഒരു ആക്ഷൻ രംഗത്തിലേക്ക് ഇറങ്ങുന്ന അങ്ങനെ ഒരു ശരിക്കും ഫീൽ ചെയ്തോ? ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. എനിക്കിതിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന മുന്നത്തെ ഒരു ഇന്റർവ്യൂലൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയെ പറ്റിയിട്ടോ അതിനധികം ക്യാരക്ടറിനെ പറ്റിയിട്ടോ ഒന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്.
അപ്പം അതിന് ആൾക്കാർ അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ മോശമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് നല്ല അഭിപ്രായമല്ല എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെ അറിയിക്കണം. രണ്ടും ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പം ആൾക്കാർ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനിടെ തിയേറ്ററിൽ നല്ല റെസ്പോൺസുകൾ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ എങ്കിലും ഈ പറയുന്ന പോലെ വലിയ വലിയ സിനിമകൾ ഇനി വരാൻ പോകുന്നു. നാളെ ഇപ്പോൾ വലിയ രണ്ട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പം തിയേറ്ററുകളിൽ ഇനി സ്ക്രീനുകൾ ഉണ്ടാവും പ്രതീക്ഷയുണ്ടാവും. പ്രതീക്ഷയുണ്ടല്ലോ, പ്രതീക്ഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നിരിക്കുന്നതും മാക്സിമം ആൾക്കാരുടെ എത്തിക്കാൻ ശ്രമിക്കുന്നതും. പിന്നെ നമുക്ക് എല്ലാ പടവും വർക്കാവണം എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം നമ്മുടെ സ്വന്തം സ്വാഭിക്കയുടെ ബേസിലായിട്ട് എല്ലാവരുടെ പടങ്ങളാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചിന്തയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും മാക്സിമം നമ്മളുടെ പടം പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ ബാലചേട്ടൻ പറഞ്ഞ പോലെ അധികം തിയേറ്റേഴ്സിൽ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും പാലക്കാട് നിന്ന് അടുത്തുള്ള നമുക്ക് അന്ന് നെക്സ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഡേ തന്നെയാണ് സാറിന് പോയത്. സെക്കൻഡ് ഡേ രാഗത്തിലൊക്കെ പോയപ്പോൾ നല്ല റെസ്പോൺസാണ്. തൃശ്ശൂരുകാർക്ക് ഇഷ്ടമായി എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പം അതിപ്പോൾ ആൾക്കാർ പണം കണ്ടാലേ നമുക്ക് അടുത്ത് റിവ്യൂ ചോദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അറിയാനും പറ്റുള്ളൂ. അപ്പോൾ ആ പടം കാണിക്കുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞാനിപ്പോൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പടം കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ആക്ച്വലി കഥ മാത്രം സൈക്കോ ഒന്നും ഉണ്ടായില്ല, ചെയ്തു വന്നപ്പോൾ സൈക്കോ ആക്കിയത് ഡയറക്ടർ. കഥ പറഞ്ഞപ്പോൾ സാധാരണ കാണാനായിരുന്നു. എന്നുവെച്ചാൽ രോമാഞ്ചം പോലെ തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പിഴിഞ്ഞ് അങ്ങനെ ആക്കിയെടുത്താണ്. അപ്പോൾ ഇനി ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ല, അത് ബേസിക്കലി ഡയറക്ടറെ പറഞ്ഞല്ലേ, എൻ്റെ ഒരു ആക്ടർ ആവാനാണ് ശ്രമിക്കുന്ന ഒരു ലിമിറ്റ് വരുമ്പോൾ. അപ്പൊ അതില് ഇപ്പൊ മഹേഷിന് ആ രീതിക്ക് തന്നെ വേണം, അങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കണം. അപ്പൊ അങ്ങനെയാണ് ആ രീതി പിടിച്ചു നോക്കിയത്. മാക്സിമം പങ്കരാക്കാതെ നോക്കിയിട്ടുണ്ട്. എല്ലാ മാസവും ഒരു പടം ചെയ്യാൻ പറ്റില്ല. ഒരു പടം ചെയ്യണമെങ്കിൽ 35 ദിവസം 40 ദിവസം എടുക്കുമല്ലോ. ഇത് പുണ്യാളം ചെയ്തത് 1 വർഷം മുമ്പാണ്. അത് റിലീസായത് 1 വർഷം എടുത്ത് പണി തീർക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന് മുമ്പത്തെ പടം ചെയ്തത് 6 മാസം മുമ്പാണ്. അപ്പോൾ എല്ലാം കൂടി റിലീസ് ഇപ്പോൾ നമ്മളൊരു ഡേറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വലിയ സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ റിലീസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് പതുക്കെ മാറ്റി വെക്കും. കാരണം നമുക്ക് അത്രയും ലെവലിൽ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന ഒരു ആക്ടറായി മാറിയിട്ടില്ല നമ്മൾ. അപ്പോൾ ആ ഒരു സേഫ് സൈഡിനാണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സ് മാറ്റി വെച്ചിട്ട് കിട്ടിയ ഡേറ്റ്സ് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ചായിപ്പോയി. അപ്പോൾ അത് എനിക്ക് പോയി മാറ്റി വെക്കണം എന്നൊക്കെ ഒന്ന് പറയാനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അത് കേൾക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അല്ലാണ്ട് വെറുതെ പോയി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശ്രമിക്കുന്നുണ്ട് മാക്സിമം നമ്പർ കുറയ്ക്കാൻ. പക്ഷെ എല്ലാം കൂടി റിലീസ് ഡേറ്റ്സ് ഒരുമിച്ച് അതുകൊണ്ടാണ് അത് ഞാനത് മനഃപൂർവ്വമല്ല. മനസ്സിലായില്ല. ജനങ്ങളിലേക്ക് ശ്രദ്ധ എത്തുന്നില്ല. കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നത് ഹൈപ്പ്, അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നല്ല പടം വാഴ, ജാനിമൻ ഇറങ്ങിയ സമയത്ത് കൊറോണയും കൂടിയായിരുന്നു, രോമാഞ്ചം. ഇപ്പൊ നല്ല പടങ്ങളും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പടങ്ങളും നല്ല രീതിക്ക് ചെയ്തൊരു പടമാണെങ്കിൽ അത് പീസ്ഫുള്ളായിട്ട് പോകും. അപ്പൊ അങ്ങനെ ഹൈപ്പ്, ഒരു പടത്തിന് ഹൈപ്പ് നല്ലതാണ്, ഒരിക്കലും ഇല്ലാന്ന് പറയണ്ട. പക്ഷെ ഹൈപ്പ് ഇല്ലാത്ത പടങ്ങളും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കി കാണുന്നില്ല. ഇപ്പൊ ഇതിലെ ഔട്ട്ഫിറ്റ്, ബോർഡ് ഔട്ട്ഫിറ്റ് പടം പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ ട്രെൻഡായതാണ്. ഇതിനു മുൻപേ അത്തരത്തിലൊരു ഔട്ട്ഫിറ്റില് DQ ആണ് ചാർലിയിൽ വന്നത്. അപ്പൊ ഈ കോസ്റ്റ്യൂം വലുതേലൊക്കെ ഉണ്ടായിരുന്നു ഇതേ ഔട്ട്ഫിറ്റിൽ. അതെനിക്ക് ഡയറക്ടർ കൊടുത്താണോ ഡൗട്ട് ഉണ്ട്. ഒരേ കോസ്റ്റ്യൂം കറക്റ്റ് തെറ്റ് തയ്ച്ചിട്ടുണ്ട്. അല്ല, പുള്ളി അതിന് പിന്നെ മാർക്കമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേ കണ്ട് പിന്നെ നമുക്ക് കാണാതിരിക്കും. അപ്പം ആ ട്രെൻഡ് വന്നതായിരിക്കും. അപ്പം ഈ ഔട്ട്ഫിറ്റ് കണ്ടപ്പം എന്താ തോന്നി? അല്ലെങ്കിൽ ഈ രീതിയിൽ ഇതാണ് ചോദിച്ചത്, വേണോ ഇത്രയും വേണോന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഇല്ല, അത് എന്റെ കാഴ്ചപ്പാടിൽ ആ കള്ളൻ അങ്ങനെയാണ്. പിന്നെ പണം കണ്ടവർക്കറിയാം പുണ്യാളൻ ആണോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു പോയിന്റ്
കുറച്ച് ചളാക്കാനല്ല ഓവറാക്കാന്നുള്ള രീതിയിൽ കുറച്ച് പിടിച്ചായിരിക്കും. അതേപോലെ നമ്മൾ മലയാള സിനിമയില് അല്ലെങ്കിൽ സിനിമ പ്രേമികൾ ഒരു കള്ളൻ കഥാപാത്രത്തെ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും തുറപ്പമിച്ചുണ്ണിയായിരിക്കും. ഇതിലൊരു കള്ളനായിട്ടാണ് അപ്പം ഏതെങ്കിലും റെഫറൻസ് വേറെ ഏതെങ്കിലും കഥാപാത്രത്തിൽ നിന്ന് എടുത്തോ അല്ലെങ്കിൽ അച്ഛനോട് പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ച ക്ലിയർ പിക്ചർ കൊടുത്തിട്ടുണ്ടായി ക്യാരക്ടറിനെ പറ്റി. ഇപ്പൊ കൂടുതലായിട്ട് എനിക്കൊന്നും അങ്ങനെ ഇൻപുട്ട് ചെയ്യാനും കാര്യങ്ങളില്ല. ടൈലന്റ് മാത്രം ഞാൻ സംസാരിച്ച് ഇങ്ങനെ വെച്ചാൽ ബെറ്ററായിരിക്കും മാത്രം പറഞ്ഞിട്ടുള്ള, അല്ലാണ്ട് വേറെ രീതിയിൽ ഇന്റർഫിയർ ചെയ്തിട്ടില്ല. പടം ഇറങ്ങിയതിന് ക്വസ്റ്റ്യൻ വെച്ചില്ലെങ്കിൽ അശോകേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫസ്റ്റ് റെസ്പോൺസ് അച്ചു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്ത് അല്ലെങ്കിൽ സ്ഥിരം കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ലൊരു കഥാപാത്രം കണ്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഈ സിനിമകളെ പറ്റി വരുന്ന സ്ക്രിപ്റ്റുകളെ പറ്റി അല്ലെങ്കിൽ അശോകനുമായിട്ട് സംസാരിക്കാറുണ്ടോ അല്ലെങ്കിൽ പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണോ സംസാരിക്കാറ്? അച്ഛൻ ശരിക്കും കീറി മുറിച്ച് വർത്താനം പറയുന്ന ഒരാളാണ് ക്യാരക്ടറിനെ പറ്റി അല്ലെങ്കിൽ സിനിമയെ പറ്റി. അപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു പരിപാടി അവിടെ നിന്ന് ആദ്യമേ കിട്ടും. വിളിച്ചു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ മോശമുള്ളതും എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറയാൻ ചേച്ചി അച്ഛനാണ് പ്രോപ്പറായിട്ട് ഈ കാര്യം പിടിക്കുന്നത്. അപ്പൊ പടത്തിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല. കേട്ട് എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാനത് ഏറ്റ് കഴിയുമ്പോൾ ആ സന്തോഷത്തിലുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പുള്ളിക്ക് ആ ഒരു മൂടാണ്. എന്റെ കൂടെ തന്നെ മറ്റേ ബോക്സിംഗ് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളെ പോലെ അച്ഛൻ എപ്പോഴും എനിക്കൊരു നല്ല വന്നിരുന്നു. ഈ പടം ഇറങ്ങിയപ്പോൾ അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത് നല്ല ഹാപ്പി ആയിട്ട് എടുത്ത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. നീ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഓവറ ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിരുന്നു. പിന്നെ എല്ലാ ക്യാരക്ടറും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല. കഥാപാത്രങ്ങളായിരിക്കും പോകണം. അച്ഛനെ ഹാപ്പി ആയി, അച്ഛനെ ഹാപ്പി ആയി, ഞാൻ ഹാപ്പി. നോർമലി സിനിമയുടെ ഒരു പകുതി ഭാഗം വരെ ബാലുവും അനശ്വരയും തമ്മിലുള്ള കോമ്പോയാണ്. അപ്പം ഒരു സറൗണ്ടിൽ തന്നെ രണ്ടുപേര് അപ്പൊ അതിനൊരു പരിമിതി ഉണ്ടല്ലോ. ചെയ്യുന്ന ആക്ടിവിറ്റീസിലാണെങ്കിലും അത് എൻഗേജ് ചെയ്യണം, ലാഗ് ഫീൽ ചെയ്യിക്കരുത്. എത്രത്തോളം ടഫാണ് നമ്മളൊരു കോമ്പോയിൽ നിങ്ങൾ ചെയ്യാനായിട്ട്? ആക്ച്വലി സിനിമ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തുടങ്ങി നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് ഒരു പാട്ട് അതായിരുന്നു. കാര്യം ആദ്യത്തെ ഒരു പോർഷനിൽ ഫസ്റ്റ് ഹാഫിന്റെ ഒരു മേജർ പോർഷൻ ഞാനും അനുവും മാത്രമേ ഉള്ളൂ. അതൊരു മുറിയിലും വേറെ പുറമേയുള്ള സ്ഥലമാണെങ്കിലും ഒരു സ്ഥലങ്ങളും കാണിച്ച ആൾക്കാരെ പറ്റിക്കാൻ ഞങ്ങൾ ഈ രണ്ടുപേരും മുറിയിൽ എന്ത് കാണിക്കുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്ക്രിപ്റ്റിന്റെ പരമായിട്ടുള്ള ഗുണങ്ങളുകൊണ്ടും പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമോഗ്രാഫർ ഒരു അത്യുഗ്രഹ കക്ഷിയായിരുന്നു രണധീർ. കൂടാതെ നമ്മുടെ ആർട്ട് ഡയറക്ടർ, ഡയറക്ഷൻ ടീം. അപ്പോൾ ഇവിടെ എല്ലാവരുടെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് ആ ഒരു ലാഗ് അങ്ങനെ ഫീൽ ചെയ്യാതെ പരിപാടിയൊക്കെ രസമായിട്ട് പോകാൻ പറ്റിയത്. അത് ഓൾ ക്രെഡിറ്റ്സ് ടു ദം. ബാലു ഇപ്പൊ സെലക്ട് ചെയ്യുന്ന സിനിമകൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, എപ്പോഴും കുറച്ചുകൂടെ സെലക്ട് ചെയ്യുക. പണ്ട് ചെയ്യുന്ന പോലെ അത്രയും അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുക, അല്ലെങ്കിൽ കരിയർ ഒന്നുകൂടെ മെച്ചപ്പെടാൻ സമയമായി, എനിക്ക് ഇനി കുറച്ചുകൂടെ ചൂസ് ചെയ്ത കഥാപാത്രങ്ങൾ വേണം എന്ന് തീരുമാനമെടുത്തോ? കാര്യം നമ്മള് ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് പിന്നെ പണ്ടത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഡിഫറെന്റ് ആണ്. പണ്ട് എനിക്ക് അങ്ങനെ സിനിമകളുടെ എണ്ണങ്ങൾ അല്ലെങ്കിൽ പണ്ട് ഒരു കൊച്ചിക്കാരൻ ചെക്കൻ എന്ന് പറയുമ്പോൾ വിളിക്കുന്ന ഫോണുണ്ട് ഇട്ടുണ്ട്. അതേപോലെ എന്റെ ഫോണിൽ നേരെ വിളിക്കും അത് വലിയൊരു കൊച്ചിക്കാരൻ ചെക്കൻ്റെ ആവശ്യമുണ്ട് വിളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഡയറക്ടേഴ്സ് വന്ന് എനിക്ക് വേറെ രീതിയിലുള്ള സിനിമകൾ തന്നുകൊണ്ട് മാത്രമാണ് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സിനെ ഇപ്പോൾ വിളിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ചെയ്യും, ഒരുപാട് ചെയ്യും. പക്ഷെ ആക്ച്വലി പറയാൻ നമുക്ക് താക്ടിക്കാണ്. അത് തന്നെ നേരത്തെ പറഞ്ഞ കാര്യം നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അത് രസമായിട്ട് വരുന്നത് കോൺഫിഡൻസ് ഡയറക്ടർ ബാക്കി എല്ലാ ടീമിൽ ഉണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്ത് നമ്മൾ കാണിച്ചു കഴിഞ്ഞു ചെയ്യിച്ചു ഹാപ്പിയായിരുന്നു. കോർഡിനേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം അതാണ്, എല്ലാവരിലേക്കും എത്തണം. കാരണം നന്മ പറഞ്ഞൊരു പടം, ഒരു ചെറിയൊരു സന്തോഷം പകർന്നൊരു പടം കുറച്ച് നാളായിട്ട് നമുക്ക് നമ്മൾ പലരിലും എത്തിച്ചേരുന്നില്ല. അപ്പൊ നമുക്ക് പല രീതിയിലുള്ള ക്രൈം ത്രില്ലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പറയുന്നതാണ് ആക്ച്വലി ഞാൻ ചെന്ന് കയറിയപ്പോൾ പടം മാറി
തിയേറ്റർ മാറിപ്പോയി എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഒരു ഹോളിവുഡ് മൂവിയിലൂടെ ചിന്തിക്കുന്ന ഒരു പ്രതീതിയാണെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് സന്തോഷം തരുന്ന ഒരു സംഭവമാണ്. അതിന് അത്ര എഫർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്, ടീം അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലം ലഭിക്കുന്നു പറഞ്ഞിട്ട് വളരെ സന്തോഷമാണ്. ഇനി ബാക്കിയുള്ള നിയമം മാക്സിമം എല്ലാവരുടെ അടുത്ത് കണ്ടോർ ഒരു മാറ്റം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ആ ഒരു അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നതിന്റെ കാര്യം തന്നെയാണ്. ഒരു സിനിമയ്ക്ക് വളരെ നല്ല രീതിയിലൊരു സമൂഹത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലുള്ള പടം തോന്നി അത് മോശമായിട്ടുള്ള ഇമ്പാക്റ്റും സ്വാധീനിക്കുന്നുണ്ട്. ക്യാരക്ടേഴ്സ് കാണാനായിട്ട് പോകാൻ പറ്റുമായിരുന്നു. അങ്ങനെ കൊഞ്ചിപ്പം ഈ പടം ആൾക്കാർ കുറച്ച് കാണട്ടെ, എന്നിട്ട് അടുത്ത പറ്റി ആരംഭിക്കാം. ആഗ്രഹമുണ്ടോ? ആഗ്രഹം കുറെ ആഗ്രഹമൊക്കെ ഉണ്ട്. അതിലൊരു ആഗ്രഹമാണത്. പക്ഷെ പറ്റും നമുക്കൊരു വിശ്വാസം തന്നെ വരെ നമ്മൾ പുതിയ പുതിയ പരിപാടി പിടിച്ചുകൊണ്ടിരിക്കണമല്ലോ. കണ്ടു ചാടി കയറി എന്തിനാണ് ഫീൽഡ് പതുക്കെ പിടിച്ചു നോക്കട്ടെ. അത് പറയപ്പെടാണ്, ഫീൽഡ് ഔട്ടിന്റെ കാര്യം പറയപ്പെടാണ്. നോർമലി ഇപ്പം നല്ല രീതിയിൽ കരിയോഗ്രാഫിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആക്ടേഴ്സിനെ പലരും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് പലരും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഷൈൻ്റെ പടം ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സിനിമ തകർക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. സിനിമ പലപോലെ ഓടുന്നില്ല, നെഗറ്റീവിൽ സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവിൽ കൊടുക്കുന്നുണ്ട്. എപ്പോഴും അർജുൻ്റെ കരിയർ നോക്കി തന്നെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഏതെങ്കിലും പോയില്ല ആരെങ്കിലും താങ്കളെ ടാർഗറ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശമായ പടങ്ങളുണ്ട്. അതിന്റെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട്. നല്ല പടങ്ങളും ഉണ്ട്. അപ്പോ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റൊക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കടമ. എന്റെ പെർസ്പെക്റ്റീവില് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം ചിലപ്പോൾ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ചെയ്തു വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതാവുമ്പോഴൊക്കെയാണ് ഈ പടം ഓഡിയൻസിന് വർക്കൗട്ട് ആവാതെ. അപ്പൊ അത് മനസ്സിലാക്കി അടുത്ത പടത്തിൽ നമ്മൾ തിരുത്താൻ അല്ലെങ്കിൽ നോക്കി ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യുക നമ്മളെ തളർത്താൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. എന്തോ ഓഫറാ അനിയ ഞാൻ ചെയ്തു പറയാം. നല്ല ഓഫറായിരുന്നു, ഞാൻ പറയാം. അതെന്താ അനൗൺസ് ചെയ്തിട്ടില്ല. അതിപ്പോ ഞാൻ ഇട്ടിട്ടില്ലേ ഒരു പടം നമ്മുടെ AL വിജയ് സാറിന്റെ പടത്തിന് ഒരു പടം ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു, സെക്കൻഡ് ലീഡ് പോലെ. ഒന്നറിയില്ല. ചോദ്യത്തിൽ തന്നെയാണ് ചില വ്യക്തികളെ ആക്ടർമാർ ടാർഗറ്റ് ചെയ്യുന്നു. ജീവിതാനുഭവത്തിൽ നടത്തി ചോദിച്ചു. കഴിഞ്ഞ ദിവസം സംബന്ധമാണ് സുഹൃത്തുക്കൾ അർജുനായിട്ട് മറുപടി തന്നു. അങ്ങനെ ഒരു വ്യക്തിയെ ഒരു ആക്ടറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ പടങ്ങൾ മോശമാക്കാൻ ആ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന പാലം അങ്ങനെ മോശമാക്കാൻ പറ്റുമോ? ആളുകൾ കാണുന്ന പോലെ തന്നെ ഇരിക്കും. ഒരു 10 പേര് കണ്ടിട്ട് ചിലത് 5 പേർക്ക് സിനിമ വർക്കായിരിക്കും. അല്ലാതെ നമ്മൾക്ക് ആർക്കും ഒരു വ്യക്തി എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല. ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ടാൽ സിനിമ വിജയിക്കും. നമ്മളുടെ പടത്തിൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പറയാൻ പറ്റുന്ന കാര്യം, നമ്മുടെ പടം അങ്ങനെ ഭയങ്കര വലിയ ഹൈപ്പും പരിപാടിയും കൊടുത്തിട്ട് വന്നൊരു സിനിമയല്ല. പക്ഷേ തിയേറ്ററിൽ ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത്. പടം നന്നായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നു. തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കയറി തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെ മാറ്റി വെക്കാൻ പറ്റുന്നൊരു കാലഘട്ടം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം കുറേ കൂടി കാര്യങ്ങൾ ഓപ്പണായി, ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ് സിനിമ എങ്ങനെയാണ്, മോശമാണോ അല്ലാന്ന് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ റിവ്യൂസും പരിപാടികളെല്ലാം കണ്ടിട്ട് മനസ്സിലാവുന്ന ഒരു സമയത്തിലേക്ക് മാറി. കണ്ടിട്ട് തീരുമാനിക്കട്ടെ. പറയുന്നതിലൊരു കാര്യങ്ങളില്ല എന്ന് വ്യക്തമാക്കാതെ ഞങ്ങൾക്കറിയില്ല. വ്യക്തമാക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. അതിന്റെ മുന്നേ ഹൈദരക്ക അത് ചിലപ്പോ ഹൈദരക്ക പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കാം. ഹൈദരക്ക എന്താ വിശ്വസിക്കണേ? കഴിയും. പരസ്യമായിട്ട് പറഞ്ഞ എന്റെ സിനിമകൾ തകർക്കുന്നു, എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ആ മലയാള സിനിമയ്ക്ക് മൊത്തത്തിലാണ് വരുന്നത്. മലയാള താങ്കളുള്ള ഉൾപ്പെടെയുള്ള അഭിനയിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്.
കൃത്യം എന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ പക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ മീഡിയയും കൂടി അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടോ? എന്ത് തോന്നുന്നു? അല്ല, മീഡിയാസ് അല്ല, വ്യക്തിപരമായി ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരാളെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ചില ആളുകൾ വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, എന്റെ സിനിമ പൊളിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ്, അവിടെയാണ് യോജിപ്പില്ലാതെ വരുന്നത്. ബാലുവിന്റെ എത്രയോ സിനിമകൾ, അച്ഛൻ്റെ എത്രയോ സിനിമകൾ, അക്ഷര എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ അനുഭവം ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അറിയില്ല, ഇപ്പൊ കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരിക്കും പിന്നെ സമയം. എനിക്ക് ഷൂട്ട് എന്റെ ഒരു മേജർ പോർഷൻ ഓഫ് ഷൂട്ട് കഴിഞ്ഞു. ഇനി ഒരു 5-6 ദിവസം ഷൂട്ട് കൂടി ബാക്കിയുണ്ട്. അത് നമ്മുടെ ഈ സമൂഹത്തിൽ വളവിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ ബ്രേക്കിന്റെ സമയത്ത് അതിന്റെ ഷൂട്ട് നടക്കും. നമുക്ക് തന്നെ എന്തോ വിനീതായിട്ടും ധ്യാനക്കായിട്ടുള്ള കോമ്പിനേഷൻ ഓൾറെഡി കഴിഞ്ഞു. ദിലീപായിട്ടുള്ള കോമ്പിനേഷൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു 7-ാം തീയതി തുടങ്ങിയായിരിക്കും. നെക്സ്റ്റ് മന്ത് 7th തുടങ്ങിയ ഷൂട്ട് ഉണ്ടാവും. 5-6 ദിവസം ഷൂട്ട് നിർമ്മിച്ചു. യെസ്, അതൊരു മാഡ്നസ് പരിപാടിയാണ്. വേറെ സൗണ്ട് ഒരു ടോട്ടലി ഏത് ജോണാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു വേറൊരു ടോട്ടലി വേറെ സിനിമയാണ്. ഒരു മാഡ്നസ്, ഒരു ഭ്രാന്തൻ സിനിമയാണ്. ഭയങ്കര രസമുണ്ട്. ഈ പറഞ്ഞ പോലെ ബാലുചേട്ടൻ്റെ സിനിമകൾ എടുത്താൽ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഫസ്റ്റ് പറയുന്ന ഒരു പടം എന്ന് വെച്ചാൽ ഹണിബി തന്നെ എനിക്ക് പറയാം. ചെയ്ത് വെച്ചാൽ എല്ലാ സിനിമകളും നോക്കി തന്നെ ഫസ്റ്റ് ബാലു എന്ന് പേര് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന കഥാപാത്രം ഒന്ന് ഹണിബിയിലെ കഥാപാത്രം. ആ ഒരു ഗ്യാങ്ങിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാങ്ങുമായിട്ട് ഇന്ത്യൻ ചിത്രം വരാൻ ചാൻസ് ഉണ്ടോ? അതായത് ഒരു വൈബിൽ എന്റെ തന്നെ ചോദിക്കണം. കാര്യം നമ്മൾക്ക് ആക്ച്വലി വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോഴും ഞാൻ ഇന്ന് വേറൊരു ഇന്റർവ്യൂവിൽ പറയണ്ടായിരുന്നു, എന്റെ ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ അമ്പളോ എന്ന് പറഞ്ഞാൽ വിളിക്കണത് ഇപ്പോഴും വിളിക്കാറുണ്ട്. വേറെ ക്യാരക്ടറുടെ പേര് പറഞ്ഞിട്ട് ചിലപ്പോൾ അത്ര വിളിക്കില്ലായിരിക്കും. ആംബ്രോ ഭയങ്കര ആൾക്കാരുടെ രജിസ്റ്റർ ആയ പേരാണ്. ഒരു ആഫ്രോ ലുക്കും പരിപാടിയല്ല. അപ്പോൾ എനിക്ക് അത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ജിജേട്ടന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. പക്ഷെ ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഐഡിയ വരാം. ഞാൻ പറയില്ല. എന്താ എനിക്കറിയില്ല. എല്ലാവരുടെ ഞാൻ പറഞ്ഞിട്ടില്ല. ചിദംബരത്തിന്റെ ഉദ്യോഗം ഇത് വന്ന അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. മഞ്ഞളിലെ പിള്ളേരെല്ലാം കൂടെ ഉണ്ട്. പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് ഒരു അമ്മയും കുഞ്ഞും എന്നൊരു രീതിയിലാണ് സിനിമ പോകുന്നത്. മഞ്ഞളിലെ പിള്ളേരെല്ലാവരും അപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാവും. മഞ്ഞളില്ല, ഞങ്ങൾ കൂടെ എന്നെ വിളിച്ചിട്ടില്ല, ചോദിക്കാൻ വിളിച്ചു. പക്ഷെ അത് ഉറപ്പായിട്ട് കൂടെ ഉണ്ട്. അനശ്വര ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ ഇതൊരു പീക്ക് ടൈം ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കരിയറിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു പോയിന്റ് ഒരു പീക്ക് ടൈം ആണ്, അല്ലെങ്കിൽ ഇനിയുള്ള ഇതിന്റെ പീക്ക് ടൈം ആണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അടുത്ത വർഷം, അതിനപ്പുറത്തെ വർഷം ഒക്കെ എന്റെ പീക്ക് ടൈം ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പീക്ക് ടൈമിൽ ഇങ്ങനെ മാത്രം ഉപയോഗിക്കാൻ ഇപ്പൊ എനിക്ക് ആഗ്രഹമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ഓട്ടോഗ്രാഫ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ലൈഫിൽ ഏറ്റവും നല്ല മൊമെന്റ് ആയിട്ട് കഥ അത്രയും ഒരു എന്റെ മമ്മൂട്ടി ചേട്ടന് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. എങ്ങനെ ഉണ്ടായിരുന്നു മൊമെന്റ് ഒക്കെ? നല്ല രസമായിരുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അന്ന് വാങ്ങി കിട്ടിയതിൽ സന്തോഷം. ഓക്കെ, അപ്പം താങ്ക് യു. ഓരെല്ലാം
ആദ്യം പറയുന്നില്ല, അത് മേക്കിംഗ് വീഡിയോ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന നിങ്ങളുടെ മുന്നിലായിരിക്കും എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പം എന്ത് പറയുന്നതല്ല, നിങ്ങളെല്ലാം തിരക്കുള്ള പെട്ടെന്ന് പോകുന്നു. കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലേ ചെയ്യാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട്. 5 മിനിറ്റ് കാര്യം ഞാൻ അവിടെ ഇരിക്കും, എവിടെ പോയി